ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധക്കെടുതികളിലേക്കാണ്. എന്നാൽ ഇതിനിടയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില വിചിത്രമായ കാഴ്ചകൾ നമ്മെ അമ്പരപ്പിക്കുന്നുമുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ദീർഘായുസ് നേർന്നുകൊണ്ട് ഇവിടെ ചിലർ പ്രത്യേക പ്രാർത്ഥനകളും യാഗങ്ങളും നടത്തുന്നത് നാം കണ്ടു. സ്വന്തം രാജ്യത്തിന്റെ പ്രശ്നങ്ങളെക്കാൾ ഉപരിയായി വിദേശ ഭരണാധികാരികൾക്ക് വേണ്ടി ഇത്തരത്തിൽ ആരാധനകൾ നടത്തുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് നാം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടുത്തിടെ ഇറാന്റെ ഐറിഷ് ധന എന്ന കപ്പൽ തകർത്ത സംഭവം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുമുണ്ട്. വിചിത്രമായ കാര്യം എന്തെന്നാൽ ഈ കപ്പൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് അഥവാ നമ്മുടെ അതിഥിയായി ഉണ്ടായിരുന്നു എന്നതാണ്. നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിച്ച് നമ്മുടെ സൗഹൃദം പങ്കിട്ട് മടങ്ങിയ ഒരു കപ്പലിനെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്ക നിഷ്ഠൂരമായി തകർത്തത്. 100ഓളം നാവികരുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ സംഭവത്തിൽ നമ്മുടെ രാജ്യം പുലർത്തുന്ന നിശബ്ദത ഭയാനകം തന്നെയാണ്. ഭാരതം എക്കാലത്തും സമാധാനത്തിന്റെയും ചേരിചേരാ നയത്തിന്റെയും വാക്താക്കളായിരുന്നു. എന്നാൽ ഇന്ന് ആ നയം എവിടെ പോയി? 150ഓളം നാവികർ ഉണ്ടായിരുന്ന ഒരു കപ്പൽ തകർക്കപ്പെടുകയും അതിലെ ഭൂരിഭാഗ പേരും കൊല്ലപ്പെടുകയും ചെയ്തിട്ടും ലോക ഗുരു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ നേതൃത്വത്തിന് ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയുന്നില്ല. മരിച്ചവർക്ക് ഒരു അനുശോചനം രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ ക്രൂരതയ്ക്കെതിരെ നയതന്ത്രപരമായ വിയോജിപ്പ് അറിയിക്കുവാനോ സാധിക്കാത്തത് നമ്മുടെ വിദേശ നയത്തിന്റെ പരാജയമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. യുദ്ധം എപ്പോഴും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും കണ്ണീരിലാണ് അവസാനിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെടുന്നത്. ഈ കൊടും ക്രൂരതകൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് വേണ്ടി ഭാരത മണ്ണിൽ പ്രാർത്ഥനകൾ നടക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതാണോ? രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി മാനുഷിക മൂല്യങ്ങളെ ബലി കഴിപ്പിക്കുന്ന ഒരു വിഭാഗം ഇവിടെ വളർന്നു വരുന്നത് അപകടകരമായ സൂചനയാണ് നൽകുന്നത്. ഇറാൻ ഇപ്പോൾ ഹോർമോസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രമാണ് അവിടെ ചരക്ക് നീക്കത്തിന് അനുമതിയുള്ളത്. ദശകങ്ങളായി ഇറാനുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഭാരതത്തിന് ഇന്ന് അവിടെ സ്ഥാനമില്ലാതായിരിക്കുന്നു. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി സ്വന്തം അയൽപക്ക ബന്ധങ്ങൾ തകർക്കുന്നത് ബുദ്ധിശൂന്യത തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു തന്ത്രം അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്, നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നട്ടലുള്ള ഒരു രാജ്യമായി നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യുദ്ധക്കൊതിയന്മാരെ ആരാധിക്കുന്നതിനേക്കാൾ ഉപരിയായി ലോക സമാധാനത്തിനായി നിലകൊള്ളുന്ന പഴയ ഭാരതത്തെ നമുക്ക് തിരിച്ചുപിടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നയതന്ത്രം ശക്തമാക്കുവാനും സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുവാനും ഭരണകൂടം തയ്യാറാകണം.